ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും ബാക്ക് ടു റുട്ടീനിലേക്ക് വന്നു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തത് സ്കൂൾ തുറക്കുന്ന ആ ഒരു ഫസ്റ്റ് ഡേയിലെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് നോക്കുക. സ്കൂളുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു എത്തും പിടിയൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു 2-3 ദിവസം എടുക്കും ആ ഒരു ലെവലൊന്ന് കറക്റ്റായിട്ട് കിട്ടാനായിട്ട്. പെട്ടെന്ന് തന്നെ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചായ കുടിച്ചാൽ ഒരു ഉഷാറ് അത് മസ്റ്റാണല്ലോ അല്ലേ? പെട്ടെന്ന് ചായയൊക്കെ റെഡിയാക്കി. മക്കളൊന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഇക്കയും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. മദ്രസ ഇന്നല്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണ് മദ്രസ ഇവിടെ തുറക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് സ്കൂളുള്ളത് കൊണ്ട് തപ്പിത്തടഞ്ഞ് നിൽക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ചായ കുടിച്ച് കഴിഞ്ഞതും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് കരുതി. ഫ്രിഡ്ജിൽ കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദോശയൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ചട്നിക്ക് വേണ്ട തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചട്നി താളിച്ചെടുത്തിട്ടുണ്ട്. ചട്നി എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ചൂടാവാനോ തിളയ്ക്കാനോ ഒന്നും പാടില്ല കേട്ടോ. തേങ്ങ അരപ്പ് ഒഴിച്ചതും പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ദോശക്കല്ല് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സമയം അധികം കളയാനൊന്നുമില്ല. നമുക്കുള്ള സമയം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം, അത്രയേ ഉള്ളൂ. ഇന്നെന്തായാലും സ്കൂൾ തുറക്കുന്ന ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ കൊണ്ടാക്കാൻ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. എല്ലാ തവണയും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അമ്മമാരുടെ കൂടെ പോകുമ്പോൾ മക്കൾക്ക് പ്രത്യേകമായിട്ടൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. കുറേ ദിവസങ്ങളായിട്ട് സ്കൂളിലേക്ക് പോവാതെ പെട്ടെന്ന് പോകുമ്പോൾ അവർക്കൊരു മനസ്സിലേക്ക് എന്തോ ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരിക്കുമല്ലോ. പിന്നെ അമ്മമാരുണ്ടാവുമ്പോൾ ആ ഒരു ധൈര്യം അതൊരു വേറെ ഫീലാണല്ലോ അല്ലേ? ഈ ഒരു ഫീലിങ്സൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളും വന്നിട്ടുള്ളത്. അപ്പം മക്കളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത് വളരെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. എന്തായാലും പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് മോളെ സ്കൂളിലേക്ക് കൊണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കാമെന്ന് വിചാരിച്ചു. മോൾക്ക് വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി. വെള്ളവും ഒരു പ്ലേറ്റും മാത്രം കൊണ്ടുപോയാൽ മതി. മോള് ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടുന്ന് ഫുഡൊക്കെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഫുഡ് കൊണ്ടുപോകണ്ടാന്ന് കൊടുത്തു വിട്ടാലും ടീച്ചേഴ്സ് വിളിച്ച് പറയും. അല്ലെങ്കിൽ മോളോട് പറഞ്ഞു വിടും. ഫ്രഷ് ആയിട്ട് ചൂടോടെ അവിടെ ഫുഡ് കിട്ടുമ്പോൾ പിന്നെ എന്തിനാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ഉമ്മാക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചേഴ്സും വിളിച്ച് പറയാറുണ്ട്. അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ ഞാൻ ഫുഡൊക്കെ ആക്കി കൊടുക്കാറുള്ളൂ. അപ്പോഴേക്കും മോള് കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ എല്ലാ സ്കൂളിലും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കളർ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ വേഗം മുടിയൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. എനിക്ക് മക്കൾ എവിടെ പോവുകയാണെങ്കിലും നല്ല രീതിയിൽ നീറ്റായിട്ട് ഒരുക്കി വിടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഒരുക്കാൻ അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ ഇങ്ങനെ റെഡിയാക്കി വിടുക, ഒരുക്കി വിടുക, മുടി ഹെയർ സ്റ്റൈൽ ഇട്ട് കൊടുക്കുക, മേക്കപ്പ് ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മോൾക്കും അതുപോലെ തന്നെയാണ്. മോൾക്ക് അത്യാവശ്യം ഓവറല്ലാത്ത മോഡലൊക്കെ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്ത് കൊടുക്കാറ്. ചെറിയൊരു പാർട്ട് എടുത്തിട്ട് ആ ഒരു പാർട്ട് കറക്റ്റായിട്ട് ചീവി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ക്ലിപ്പ് ചെയ്ത് വയ്ക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആവേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവിടെ ചെറിയ ചെറിയ ക്ലിപ്സ് ഉണ്ടാവുമല്ലോ, അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് നല്ല സ്റ്റൈലായിട്ട് ഫ്രണ്ട് ഭാഗം കാണാനായിട്ട്, ഫേസ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ക്ലിപ്പ് കുത്തി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരെണ്ണം പൊട്ടി പോവുകയും ചെയ്തു. അത് സാരമില്ല. ഇതൊരു സെറ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ വേഗം ഹെയറൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ അനിയനോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട് ഇന്ന്. അനിയനും അതുപോലെ തന്നെയാണ്, ഭയങ്കര സ്നേഹമാണ്. താത്ത എവിടേക്കും പോകണ്ട അങ്ങനെയൊക്കെയാണ് പറയുന്നത്. താത്ത സ്കൂളിലേക്ക് പോവാണെന്ന് മോള് പറയുമ്പോൾ മോൻ പറയും, താത്ത സ്കൂളിലേക്ക് പോകണ്ട, ഇവിടെ ഇരുന്നാൽ മതി, ഉണ്ണിക്ക് താത്താനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്ന ഓവറാണ് സ്നേഹം. അല്ലെങ്കിൽ രണ്ടും കൂടെ ഇവിടെ കിടന്ന് അടിയായിരിക്കും. ഇന്നിപ്പോൾ ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു ഈ കാലത്ത്. എന്തൊക്കെയായാലും എല്ലാ വീട്ടിലും ഇതന്നെ ആയിരിക്കും എല്ലാ അവസ്ഥ. മോളെ സ്കൂളിലേക്ക് വിടുന്നതിൻ്റെ ചെറിയ വിഷമമൊക്കെ ഉണ്ട്. വല്ലാത്ത മിസ്സിങ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു ശൂന്യതയായിരിക്കും. ഉച്ചവരെ സ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും ആ ഒരു ശൂന്യത അത് വല്ലാത്തൊരു മിസ്സിങ് തന്നെയായിരുന്നു. ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്നല്ലോ, രാവും പകലും ഒക്കെ കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് വിട്ടു നിൽക്കുമ്പോൾ ചെറിയൊരു
വിഷമം. പിന്നെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ. എല്ലാം ഓക്കെ ആയി വരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം സെറ്റായിട്ട് വരും. പിന്നെ റെഡി ആയി കഴിഞ്ഞപ്പോൾ മോൾക്ക് എന്തൊക്കെയൊക്കെയോ പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആഗ്രഹം പറഞ്ഞതല്ലേ, എന്നാൽ പിന്നെ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ചില ഭാഗങ്ങളിൽ വണ്ടികളുടെ സൗണ്ട് വന്നപ്പോൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെറിയ ടെൻഷനുണ്ട്, എന്താണ് സന്തോഷമുണ്ട്. 4ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് അറിയാം. ഞാൻ സ്കൂളിലേക്ക് പോകാനൊക്കെ ഏകദേശം റെഡിയായി. ഇനി ഫുഡ് കഴിച്ചിട്ട് സ്കൂളിൽ ഫുഡ് വിശേഷങ്ങൾ അവിടെ കാണിച്ചു. ഓക്കെ, ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബൈ. ഞാൻ സ്കൂളിലേക്ക് പോകണം. ബൈ. അങ്ങനെ മോൾക്ക് ചെറിയ ടെൻഷനും ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അവൾക്ക്. സ്കൂളിലേക്ക് ഫസ്റ്റ് ടൈം പോകുമ്പോൾ എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, ചെറിയൊരു നെർവസ് ആയിട്ടുള്ളതുപോലെ. അങ്ങനെ അവൾക്കുള്ള കോൺഫിഡൻസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മോനും സ്കൂളിലേക്ക് പോവുകയാണെന്ന് തന്നെയാണ് അവനും വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് മോളുടെ ക്ലാസ് റൂം. 4ാം ക്ലാസ്സിലാണ് ഇനി. അപ്പോൾ മോള് ക്ലാസ്സിൽ വന്ന ബാഗൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫ്രണ്ട്സിനെയൊക്കെ നോക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഒരാളെ കിട്ടി. പിന്നെ അവളുടെ കൂടെ തന്നെ പോയി. ബാക്കി എല്ലാവരും അവിടെ ആയിട്ടുണ്ട്. പിന്നെ മോനും താത്ത എവിടേക്കാണ് പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. താത്ത എവിടേക്കെങ്കിലും പോവോ എന്നുള്ള ടെൻഷനിലാണ് അവനിപ്പോൾ. താത്ത കുറേ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ ആ ഒരു മൈൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തൊക്കെയായാലും ഒരുപാട് കുട്ടികളെ കണ്ടു. ഒരുപാട് കുട്ടികൾ പുതിയ അഡ്മിഷനായിട്ട് വന്നവരുണ്ടാവുമല്ലോ. പിന്നെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വന്ന കുട്ടികളും ഉണ്ടാവുമല്ലോ. ഒരുപാട് കരച്ചിലും ഭയങ്കര സങ്കടമായിരുന്നു അതൊക്കെ കാണുമ്പോൾ. എനിക്കും മോളെ ആദ്യമായിട്ട് സ്കൂളിൽ ചേർത്തുമ്പോൾ അവൾ കരഞ്ഞതിൽ കൂടുതൽ ഞാനാണ് കരഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് അത്രത്തോളം മിസ്സിങ് ആയിരുന്നു മോള് എൻ്റെ കൂടെ ഇല്ലാത്ത ആ നിമിഷം. എനിക്കത് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. അതെല്ലാ അമ്മമാരും റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. മക്കൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവുകയെന്ന് പറയുമ്പോൾ കുറേ കുട്ടികൾ തേങ്ങി കരയുന്നുണ്ടായിരുന്നു. വല്ലാത്ത സങ്കടമായി ഇതൊക്കെ കാണുമ്പോൾ. എന്നാലും അവരുടെ ആ ഒരു അറിവിന് വേണ്ടിയിട്ടല്ലേ, അവരുടെ ഒരു വിദ്യാഭ്യാസം, അവരുടെ ഒരു നല്ല ലൈഫിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ഓക്കെ ആയി വരും. എല്ലാ മക്കളും ചിരിച്ച് സന്തോഷത്തോടെ സ്കൂളിലേക്ക് വരുന്ന ആ ഒരു സമയം ഉടൻ തന്നെ എത്തും. അത് കുറച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓക്കെ ആയി വരുമല്ലോ അല്ലേ. മോനും ഇതൊക്കെ കാണുന്നുണ്ട്. കുട്ടികൾ കരയുന്നതും പിന്നെ പുതിയ കുട്ടികൾ വരുന്നതും ഒക്കെ കാണുന്നുണ്ട്. ഇത് പിന്നെ അസംബ്ലി ആയിരുന്നു ഇന്നിപ്പോൾ. പ്രത്യേകിച്ച് മഴയില്ലാത്തത് എന്തുകൊണ്ട് നന്നായി എന്ന് വിചാരിച്ചു. മോൾക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അവളുടെ ക്ലാസ് ടീച്ചർ മാറി. അതിൻ്റേതായ ഒരു വിഷമമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ വീട്ടിൽ വന്ന് ചോറും കറിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി. ചെറുപയർ കറി വെച്ചു. പിന്നെ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു, ബീഫിൻ്റെ ലിവർ. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊക്കെ പെട്ടെന്ന് വന്നതും തന്നെ കഴുകി കുക്കറിലൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് ജസ്റ്റ് താളിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും സമയമില്ലാത്ത പോലെ ആയിരുന്നു. ഇന്നിപ്പോൾ സ്കൂൾ തുറന്ന ഫസ്റ്റ് ദിവസമാണല്ലോ. എല്ലാ അമ്മമാരും ആ ഒരു വെപ്രാളത്തിൽ തന്നെ ആയിരിക്കും അല്ലേ. ഇന്നിപ്പോൾ സ്കൂളിലേക്ക് പോവേണ്ടി വന്നല്ലോ എനിക്ക്. അതിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കുറേശ്ശെ അതിൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുത്തിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. ഗ്രേവി കളയാറില്ല. ഇതിൽ തന്നെ കുറേശ്ശെ ഒഴിച്ച് വറ്റിക്കുമ്പോൾ പെട്ടെന്ന് അത് വറ്റി കിട്ടും. ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വറ്റി കിട്ടാൻ പാടായിരിക്കും. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വയ്ക്കാതെ ഇളക്കി കൊടുത്ത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് റോസ്റ്റായിട്ട് കിട്ടും. അടിപൊളി ടേസ്റ്റുമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ ബീഫ് വേവിക്കുന്നത് പോലെ വേവിച്ചിട്ട് ഇതുപോലെ താളിച്ച് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എല്ലാ മക്കളും നല്ല രീതിയിൽ പുതിയ അധ്യായ വർഷം തുടങ്ങട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഉച്ചയായപ്പോൾ മോള് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ജസ്റ്റ് ചെറിയൊരു വീഡിയോ ഞാൻ എടുക്കാൻ നോക്കി. എന്തായാലും മോള് പോയതുപോലെയല്ല, ഹാപ്പി ആയിട്ട് തന്നെയാണ് വന്നത്. വീടെത്തി എന്നുള്ള ഒരു സമാധാനമായിരുന്നു. എല്ലാ മക്കൾക്കും അങ്ങനെ ആയിരിക്കും അല്ലേ. എപ്പോഴാണ് വീടെത്തുക എന്നുള്ളതായിരിക്കും ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളിൽ. പിന്നെ അങ്ങനെ മോന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മോന് ഉറക്കം വന്ന് ചിണുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു സോഫയിൽ. അപ്പോൾ അവനെ ഉറക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ട് അവനെ ഉറക്കണോ എന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അവന് ഫുഡ് കൊടുത്ത അതേ പാത്രത്തിൽ തന്നെ ഞാൻ എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് മോനെ ഉറക്കാമെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ.